ആ രാജു, ദീപക് രാജുവിനെ അച്ഛന്റെ മുറിയിലേക്ക് കയറാൻ സമ്മതിക്കാതെ തടഞ്ഞ കാര്യം ഞാൻ എന്തായാലും അച്ഛനോട് പറയും. അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം അവന് ഞാൻ മേടിച്ചു കൊടുക്കും. അതൊന്നും വേണ്ട രതിക മാഡം. വർമ്മ സാറിന് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. എത്ര തല്ല് മേടിച്ചാലും ദീപക് നന്നാവൂന്ന് എനിക്ക് തോന്നില്ല. എന്തിനാ വെറുതെ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം? മാഡം റൂമിലേക്ക് ചെല്ല. ശരി രാജു. ഏട്ടാ വെള്ളം. രാജു, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വല്ല പ്രതീക്ഷയ്ക്കും വകയുണ്ടോ? ലതിക മാഡം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വർമ്മ സാറേ. അതെ, എക്സാം കഴിഞ്ഞ് നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാ ഋതു വീട്ടിലേക്ക് വന്നത്. ഫുൾ മാർക്ക് കിട്ടുന്നാ പറഞ്ഞേ. ഫുൾ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എക്സാമിൽ തോറ്റ് വീണ്ടും എന്റെ മാനം കളയുന്ന നന്നായിരുന്നു. പരമേശ്വരൻ അവൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന വാശിയിലാണെന്ന് തോന്നുന്നു. ഋതുമോളെ എക്സാമിന് ജയിക്കാൻ ക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രത്യേക വഴിപാടുകളും നടത്തിയിരുന്നു പ്രതാപ. അമ്മായി പൂജ നടത്തിയതിന്റെ ഐശ്വര്യമാണെന്ന് തോന്നുന്നു. ഞാൻ എക്സാമിന് ഒരു ചോദ്യം പോലും മിസ്സാവാതെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയെന്ന് എന്നോട് അവള് പറയുകയും ചെയ്തു. ആ ദേ ഋതുമോള് വന്നല്ലോ. താങ്ക് യു അച്ഛ. ഇത്തവണ ഞാൻ എക്സാം നന്നായിട്ട് എഴുതി. അച്ഛന്റെ പേന എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകി. വളരെ ഹാപ്പി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെയാ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയത്. അച്ഛന്റെ അനുഗ്രഹം എന്റെ കൂടെ ഉള്ളതുപോലെ ഒരു ഫീലായിരുന്നു. താങ്ക്സ് അച്ഛ.